ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ അതേപോലെ തന്നെ മറ്റു ചിലർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അവർ കൂടി ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയും. ചേട്ടാ, ഇതിനകത്ത് ശരിക്കും എന്താ സംഭവിച്ചത്? ഈ ഉന്നതരാരാ? ഇതിനകത്ത് 3 പ്രതികളുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ജനങ്ങൾക്ക് വ്യക്തമായ വിഷയമാണ്. ഇതിൽ പോലീസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഒരു വ്യക്തി മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം മദ്യപിച്ച് അദ്ദേഹമാണ് വണ്ടി ഇടിച്ചതെന്നാണ് പറയുന്നത്. പോലീസ് ഇവിടുത്തെ സിഐയും പോലീസും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിലുണ്ടായിരുന്ന മറ്റ് 2 പേരാണ്. ഇതിൽ അത് ഈ പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഈ പറയുന്ന വ്യാപാരി, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരിയുമാണെന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും സംസാരം. അതാണെന്നുള്ളതാണ് നമ്മളിപ്പം വിശ്വസിക്കുന്നത്. കാര്യം ഇതിൽ ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഡ്രൈവർ മുഖാന്തരം ആരാണ് നേരിട്ടൊക്കെ പറയുന്നത്? ആരാണ്? നാട്ടുകാർ സംശയിക്കുന്നവരാണ്. അജിത ബീഗത്തിന്റെ ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ കിട്ടിയില്ല. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രാത്രി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നമ്മൾ ഇവിടെ നടത്തി. അതിനുശേഷം ഇന്ന് രാവിലെ തുടരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോൺ കോളുകൾ വരെയാണ്. അതിൽ നമുക്ക് ഇന്ന് അറിയാൻ സാധിച്ചത് അജിത ബീഗം എന്ന് പറയുന്ന DIG, ആ DIGയുടെ ഡ്രൈവർ ജിത്തു എന്ന് പറയുന്ന ഡ്രൈവർ മുഖേന ഇവിടുത്തെ കിളിമാനൂർ CAക്ക് 60,000 രൂപ ഈ വിഷയത്തിൽ കോഴ നൽകിക്കൊണ്ട് ഈ 2 പ്രതികളെ സംരക്ഷിക്കുന്നതിന്, അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകളും ഉന്നത പോലീസ് ഇടപെടലുകളും ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് പോകാൻ ഈ വാഹനം ഓട്ടിച്ചത് ഈ പിടിച്ചു എന്ന് പറയുന്ന, നേരത്തെ പിടിച്ചു ബ്ലഡ് സാമ്പിൾ എടുത്തു എന്ന് പറയുന്ന ആളാണെന്ന് നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നു. ഈ 3 പേരെയും ഒരേപോലെ കുറ്റക്കാരാക്കി അവരെ ഇടിച്ചിട്ട് അവർ രക്ഷിക്കാതെ പോയി ഈ 2 ജീവൻ, ഇന്നലെയും കൂടിയായി 2 ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണ് ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ബാക്കിയുള്ള ഈ 2 പേരെയും കൂടെ കണ്ടെത്തി അവരും പ്രതികരണം എന്നാണ്. ഈ താറ ജീപ്പ് എവിടെയുള്ള അവിടെ ഉണ്ടോ? ഹഷ്മിത, നമുക്ക് ആ താറ ജീപ്പ് കൂടി എവിടെയാണ് കിടക്കുന്നത് അതുകൂടെ കാണാം. അതായത് ദുരൂഹമാണ്. കാരണം ഇന്നലെ മറ്റു ചില നാടകീയ നീക്കങ്ങളൊക്കെ ഇവിടെ നടന്നു. രജിത്തിന്റെ മരണം ഇന്നലെ ഏതാണ്ട് 7-7:30 സമയത്താണ് രജിത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് ഈ രജിത്തിന്റെ മരണശേഷം, അതായത് രജിത്തിന്റെ മരണം സ്ഥിരീകരിച്ച ശേഷം ഇവിടേക്ക് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം, ഈ ഹഷ്മിയൊക്കെ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അതായത് ഇവിടെ ഈ കിളിമാനൂർ പോലീസ് പിടിക്കുന്ന, സീസ് ചെയ്യുന്ന വാഹനങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ച് ഈ ജീപ്പ് താറ് കത്തിക്കാൻ ശ്രമം നടന്നു രാത്രി 12:30 ശേഷം. അത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും പോലീസിന് മറുപടിയില്ല. ഇന്ന് രാവിലെ ഫോറൻസിക് ഒക്കെ വന്ന് പരിശോധന നടത്തി. അടിമുടി ദുരൂഹം. അതായത് ഒരുപക്ഷെ 2 പേരുടെ ജീവൻ അപഹരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ അത് മറയ്ക്കാൻ, ആ ക്രൈം മറയ്ക്കാൻ പോലീസ് എഫേർട്ട് എടുക്കുന്ന, പോലീസ് മുന്നിട്ടിറങ്ങുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ച അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് അംബികയുടെയും രജിത്തിന്റെയും ജീവനെടുത്ത താറ്. അത് ഏത് രീതിയിൽ ഇടിച്ചു കയറി എന്നുള്ളത്, എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു കൂട്ടിയെന്നുള്ളത്, ഈ താറിന്റെ, ഇതിപ്പം പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന താറാണ്. ആ താറിന്റെ ബോഡി പാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലാണ് അപകടം ഉണ്ടാക്കിയതെന്ന്. മാത്രവുമല്ല, ഇവിടെ ഈ കത്തിക്കരിഞ്ഞ പാട്, ഇത് ഇന്നലെ രാത്രി 12:30 ശേഷം, ആ ഭാഗത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുന്നു, 12:30 ശേഷം ഈ ജീപ്പ് താറ് കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. ഇവിടെ ഫോറൻസിക് ഇന്ന് രാവിലെ പരിശോധന നടത്തി എന്നുള്ള വിവരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഏതായാലും ഇതാണ് ആ ജീപ്പ് താറ്. ഏത് വിധത്തിലാണ് ഇത് കത്തിച്ച് ഇത് ഇടിച്ച ആക്സിഡന്റ് ഉണ്ടായ വിധം തന്നെ നമ്മളെ കണ്ടാൽ ഞെട്ടിക്കുന്നതാണ്. ജീപ്പ് താറ് വലിയ ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അത് ഒരു ബൈക്കിലൊക്കെ ഇടിച്ചിട്ട ആൾക്കാരെയും കൊണ്ട് 400 മീറ്റർ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക എന്നൊക്കെ പറയുന്നത്, അത് അത്യന്തം നമുക്ക് ചേച്ചിയുടെ ബ്രദർ പറഞ്ഞിട്ട് സങ്കടം തോന്നി ഷെഫി. എന്ന് പറഞ്ഞാൽ വണ്ടി ഇട്ടു, വണ്ടിക്കകത്ത് ആദ്യം അംബികയ്ക്ക് പരിക്കുണ്ടായിരുന്നില്ല, നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും വണ്ടി പിന്നിലേക്ക് എടുക്കുമ്പോഴേക്കും ആ അംബികയുടെ നെഞ്ചിൽ കൂടി വാഹനം കയറി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് ഒരു ക്രൂരമാണ്. വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന അപകടം പോലും ആയിരുന്നു അത്. അതപ്പോൾ ആരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ കാട്ടിക്കൂട്ടിയ പണിയാണ് ആ കൊലപാതകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.